ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ വിവേകും വർഷയും കൂടി വയനാട്ടിലേക്ക് പോകാനായി തീരുമാനിച്ചിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ശിവയും വരുന്നുണ്ടെന്നറിഞ്ഞ് സുന്ദരയുടെയും ശിവനന്ദയുടെയും പ്ലാന് പൊളിക്കാനായിട്ട് വിവേക് അങ്ങനെ അങ്കിത്തിനെ കാണാനായി പോവുകയാണ്. എന്നിട്ട് അങ്കിത്തിനോട് പറയുന്നുണ്ട്, ഇപ്പം തന്നെ ശിവനന്ദയെ വിളിക്കണം, അവളെ വിളിച്ച് നാളെ അർജന്റായിട്ടൊന്ന് കാണണമെന്ന് പറയണം. എന്തായാലും NGK മീഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയല്ലേ, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് നീ ശിവയൊന്ന് ഇപ്പൊ തന്നെ വിളിക്കണമെന്ന് വിവേക് അങ്ങനെ പറയുമ്പോൾ അങ്കിത്താണെങ്കിൽ കുറെ സമയം ആലോചിക്കുന്നുണ്ട്. നീ ഇപ്പോ ഇങ്ങനെ എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാരണമുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതിൽ നിനക്ക് എന്താണ് നേട്ടമെന്ന് വിവേകിനോട് അങ്കിത്ത് അങ്ങനെ ചോദിക്കുകയാണ്. വിവേക് അപ്പൊ പറയുന്നുണ്ട്, എല്ലാം ഞാൻ പറയാം, ആദ്യം നീയൊന്ന് വിളിക്കുകയെന്ന് പറയുന്നുണ്ടെങ്കിലും അങ്കിത്ത് എന്താണ് കാര്യമെന്ന് വീണ്ടും ചോദിക്കുകയാണ്. അങ്ങനെ വിവേക് പറയുന്നുണ്ട്, ഞാൻ വയനാട്ടിലേക്ക് പോവുകയാണല്ലോ, ശിവയും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു, അത് ഒഴിവാക്കാനാണെന്ന് പറയാണ്. എന്തിനാണ് നീ അവളെ ഒഴിവാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വിവേക് പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ വർഷയുമുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമായി പോവാനാണെന്ന് അങ്ങനെ പറയുമ്പോൾ അങ്കിത്തിന് മനസ്സിലാവുന്നുണ്ട് വിവേക് വർഷയെ നോട്ടമിട്ടിട്ടുണ്ടെന്ന്. ഇതിനിടയിൽ അപ്പോൾ അങ്ങനെയും ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു ലവ് സ്റ്റോറി ഉണ്ടല്ലേ എന്നങ്ങനെ ചോദിക്കുമ്പോൾ വിവേക് പറയുന്നുണ്ട്, എനിക്ക് വർഷയെ ഇഷ്ടമാണ്, എനിക്ക് ഇങ്ങോട്ടുള്ളത് ആദ്യം സെറ്റാക്കി എടുക്കണമെന്ന് പറയുമ്പോൾ അങ്കിത്ത് പറയുന്നുണ്ട്, അപ്പോൾ വൺ സൈഡ് ലവ് ആണല്ലേ എന്ന് പറയുമ്പോൾ വിവേക് പറയുന്നുണ്ട്, യാത്ര ഞാനും വർഷയും മാത്രമായിട്ടായാൽ എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ ശരിയാവും. പക്ഷെ ഇതിനിടയിൽ മമ്മിക്ക് ശിവയെ മരുമകളാക്കാനാണ് ആഗ്രഹം. അവളെ വർഷയും കൊണ്ട് വയനാട്ടിലേക്ക് പോവുമ്പോൾ ഈ ശിവനന്ദയെ കൊണ്ടുപോകാൻ മമ്മിയുടെ ഓർഡറാണ്. നീ എങ്ങനെയെങ്കിലും ഒന്ന് പൊളിച്ചു തരണം, അത് നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് വിവേക് അങ്ങനെ പറയുമ്പോൾ അങ്കിത്ത് അങ്ങനെ ആലോചിക്കുകയാണ്. എടാ, ഞാൻ ഇങ്ങനെ ഒരു മീഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് കുറെ ആലോചിക്കാനുണ്ട്. എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് അത് കൺവീൻസ് ആക്കണം. ഇത് എനിക്കൊരു ബിസിനസ്സാണ്, അപ്പോൾ അത്രത്തോളം എനിക്കതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അത് മാത്രമല്ല, ശിവനന്ദയെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത് മോശമാണ്, അവൾ ഇങ്ങോട്ട് വിളിച്ചാൽ എനിക്ക് സംസാരിക്കാമായിരുന്നു എന്ന് അങ്കിത്ത് അങ്ങനെ പറയാണ്. ഇത് കേട്ട് വിവേകനാകെ ദേഷ്യം വരുന്നുണ്ട്. നീയൊക്കെ ഒരു ഫ്രണ്ടാണോ, ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യാത്ത നീയൊക്കെ ഒരു ഫ്രണ്ടാണോ, എന്നെ കൂട്ടുകാരനായിട്ട് കൊണ്ടു നടക്കുന്ന എന്നെ പറഞ്ഞാൽ മതി, നീ ഇനി ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ എന്താച്ച വേണ്ടതുപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞ് വിവേക് അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ഷർമിളയാണെങ്കിൽ ശിവനന്ദയുടെ വീഡിയോസ് കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് രാഹുൽ വന്ന് ഷർമിളയോട് സംസാരിക്കുന്നത്. ആന്റി, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നാളെ തന്നെ അഞ്ജുവിനെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാനായി തീരുമാനിച്ചു. ഹരിതയുടെ ചൊറിച്ചൽ കാരണം കൊണ്ട് എനിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഇനിയിപ്പോ ഞാൻ ആരെയും പേടിക്കുന്നില്ല, നാളെ തന്നെ അഞ്ജുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെന്ന് രാഹുൽ അങ്ങനെ ഷർമിളയോട് പറയാണ്. ഇത് കേട്ട് ഷർമിളയ്ക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ശരി, ഇപ്പൊ തന്നെ നീ വിളിച്ച് അത് അഞ്ജുവിനോട് പറ എന്ന് ഷർമിള അങ്ങനെ പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഇല്ല ആന്റി, എനിക്കിത് അവളോട് നേരിട്ട് പറയണം, അവളുടെ സന്തോഷവും എക്സൈറ്റ്മെന്റും എല്ലാം എനിക്ക് നേരിട്ട് കാണണം, അതുകൊണ്ട് ഞാൻ അവളടുത്ത് പോയിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് പറഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഷർമിളയുടെ അടുത്ത് നിന്നും അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് അഞ്ജുവിനെ കാണാനായി പോവുകയാണ്. അങ്ങനെ ശിവയും വർഷയും അഭിയും അഞ്ജുവും കൂടി ആ നീനയുടെ കാര്യം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, എന്തായാലും അങ്കിത്ത് നമ്മുടെ ചാനലിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ പിന്നെ നിങ്ങൾക്ക് കൂടി ഈ മീഡിയയിൽ ചേർന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, ആദ്യം അങ്കിത്ത് ഇൻവെസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് എന്താച്ചാ തീരുമാനിക്കാമെന്ന് പറയാണ്. വർഷപ്പ പറയുന്നുണ്ട്, ആ വിവേകിന്റെ ഫ്രണ്ട് അല്ലേ, എനിക്ക് അയാളെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമെന്ന് യാതൊരു ഉറപ്പുമില്ലെന്ന് അങ്ങനെ പറയുമ്പോൾ അഞ്ജു പറയുന്നുണ്ട്, വിവേകിനോടുള്ള കലിപ്പിൽ നീ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം അഞ്ജുവിന്റെ ഫോണിലേക്ക് ജാൻസി വില്ലയുടെ മുന്നിൽ വന്ന് രാഹുല് ഫോണിൽ വിളിക്കുന്നുണ്ട്. അഞ്ജു, നീ എവിടെയാണ്, എനിക്കിപ്പൊ തന്നെ നിന്നെ നേരിട്ട് കാണണം, നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നങ്ങനെ രാഹുൽ പറയുമ്പോൾ അഞ്ജുവിനാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്, ഇവിടെ എല്ലാവരും ഉണ്ട്, എന്തുണ്ടെങ്കിലും ഫോണിലൂടെ പറഞ്ഞാൽ മതി എന്ന് അഞ്ജു അങ്ങനെ പറയാണ്. രാഹുൽ അപ്പൊ പറയുന്നുണ്ട്, അത് പറ്റില്ല, എനിക്ക് നിന്നെ നേരിട്ട് തന്നെ കാണണമെന്ന് പറയാണ്. ഞാൻ എന്തായാലും നിന്നെ കാണാനായി ജാൻസി വില്ലയുടെ ഉള്ളിലേക്ക് തന്നെ വരാമെന്ന് പറഞ്ഞ് രാഹുൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു ടവലെടുത്ത് മുഖം ആകെ മറച്ചു കെട്ടുകയാണ്. മതില് ചാടി കടന്ന് രാഹുൽ അഞ്ജുവിനെ കാണാനായി ജാൻസി വില്ലയുടെ ഉള്ളിലേക്ക് പോവാൻ നിൽക്കുന്നതും അപ്പുറത്ത് നിന്ന് മല്ലിക അടിച്ചു വരുന്ന സമയത്ത് രാഹുലിനെ കാണുകയാണ്. മല്ലികയാണെങ്കിൽ ആകെ അലറി വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കള്ളൻ വന്നിട്ടുണ്ട്, എല്ലാവരും ഓടി വരണേ എന്ന് പറയാണ്. അപ്പോഴേക്കും അഞ്ജു ആണെങ്കിൽ രാഹുലിനെ തെരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. അഞ്ജു വന്ന് പുറത്ത് ഗേറ്റിന്റെ അവിടെ രാഹുലിന്റെ ബൈക്ക് നിന്നവിടെ രാഹുലിനെ തെരയുന്നുണ്ടെങ്കിലും അവിടെയൊന്നും രാഹുലിനെ കാണുന്നില്ല. രാഹുലാണെങ്കിൽ ജാൻസി വില്ലയുടെ പുറകിലൂടെ പോവുകയാണ്. അപ്പോഴേക്കും ശിവയുടെ ഫോണിലേക്ക് അങ്കിത്ത് വിളിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം സംസാരിക്കാനാണ് അങ്കിത്ത് അങ്ങനെ വിളിക്കുന്നത്. ഇവ എന്നിട്ട് മല്ലികയുടെ സൗണ്ട് കേട്ടിട്ട് അങ്കിത്തിനോട് പറയുന്നുണ്ട്, അങ്കിത്ത് സോറി, ഞാൻ ഇപ്പൊ തന്നെ
അങ്ങോട്ടേക്ക് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും മല്ലികയുടെ അലറൽ കേട്ട് വർഷ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ശിവയോട് എന്താണെന്ന് ചോദിക്കുകയാണ്. ശിവ അപ്പൊ പറയുന്നുണ്ട് എന്താണെന്നറിയില്ല, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് ശിവയും വർഷയും കൂടി പുറത്തേക്ക് പോവുകയാണ്. അഞ്ജു ആണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, രാഹുൽ ഇനി പിന്നിലോട്ട് പോയിട്ടുണ്ടാവുമോ എന്ന് കരുതി രാഹുലിനെ തെരഞ്ഞുകൊണ്ട് വീടിന്റെ പുറകിലേക്ക് പോവുകയാണ്. രാഹുൽ അപ്പൊ അവിടെ നിൽക്കുന്നത് കാണാം. അഞ്ജു വേഗം തന്നെ പിന്നാലെയുള്ള വഴിയിൽ കൂടി രാഹുലിനെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും മല്ലികയും ശിവയും വർഷയും അഭിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. മല്ലിക എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒരു കള്ളം വന്നിട്ടുണ്ട്, പിന്നാലെ കൂടെ പോയി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവരങ്ങനെ തെരഞ്ഞു പോവുകയാണ്. അഞ്ജു ആണെങ്കിൽ ആകെ പേടിച്ചു വരച്ചുകൊണ്ട് രാഹുലിനെ കുറെ ചീത്ത പറയുന്നുണ്ട്. എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്, ഫോണിലൂടെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്തുണ്ടെങ്കിലും എന്നെല്ലാം അഞ്ജു അങ്ങനെ പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായി വന്നതാണ്, നാളെ തന്നെ ഞാൻ നിന്നെ ഇവിടെ നിന്നും എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണെന്ന് അങ്ങനെ പറയുമ്പോൾ ജുവിനാണെങ്കിൽ അത് കേട്ട് ഒരു സന്തോഷമൊന്നുമില്ല, ആകെ പേടിച്ചങ്ങനെ നിൽക്കുകയാണ്. ജു എന്നിട്ട് പറയുന്നുണ്ട് നാളെയല്ല ഇന്ന് തന്നെ നീ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട വരും, എല്ലാവരും തന്നെ എല്ലാം അറിയുമെന്ന് അഞ്ജു അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മല്ലികയും അവരും കൂടി ചേർന്ന് പുറകിലൂടെ എല്ലാം ആരാണ് ആ കള്ളൻ എന്ന് തിരയുന്നുണ്ടെങ്കിലും ആരെയും അവിടെ കാണുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വസുന്ധര വരുന്നത്. മല്ലികയോട് എന്നിട്ട് എന്താണ് എന്തിനാണ് ഇങ്ങനെ കൂകി വിളിക്കുന്നതെന്ന് വസുന്ധര അങ്ങനെ ചോദിക്കുകയാണ്. മല്ലിക അപ്പൊ പറയുന്നുണ്ട് ഇവിടെ ഒരു കള്ളൻ കയറി കൂടിയിട്ടുണ്ട് എന്ന്. ഇവ അപ്പൊ പറയുന്നുണ്ട് ആന്റി ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഇന്നലെ ആ കുട്ടിയെ രക്ഷിച്ചപ്പോ ഒരു ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു ഓടിയിരുന്നു, അവൻ വന്നതായിരിക്കാമെന്ന് ഞങ്ങൾക്ക് അതിയായി സംശയമുണ്ടെന്ന് അങ്ങനെ പറയാണ്. വസുന്ധര അപ്പൊ പറയുന്നുണ്ട് ആര് തന്നെയായാലും അവൻ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോവരുത്, നിങ്ങളിപ്പൊ തന്നെ പോലീസിനെ വിളിക്ക്, ആ ഡിവൈഎസ്പിയെ തന്നെ വിളിക്കെന്ന് വസുന്ധര അങ്ങനെ പറയാണ്. അബി ഡിവൈഎസ്പിയെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വിവേക് എത്തുകയാണ്. വിവേക് എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് എന്താണ് എല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നത്, എന്താണ് പ്രശ്നമെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും തന്നെ ആ കാര്യം അങ്ങനെ പറയുന്നുണ്ട്. വിവേക് അപ്പൊ പറയുന്നുണ്ട് നിങ്ങളിപ്പോ പോലീസിനെ ഒന്നും വിളിക്കണ്ട, നമുക്ക് തന്നെ അവനെ പിടിക്കാമെന്ന് പറയാണ്. വസുന്ധര അപ്പൊ പറയുന്നുണ്ട് ശരി, ഇവെന്തായാലും ഇന്നലെ വീഡിയോ എടുത്തതുപോലെ ഈ കള്ളന്റെയും വീഡിയോ എടുക്കണം, ഇത് നമ്മുടെ മീഡിയയ്ക്ക് ഒരു നേട്ടമാണെന്ന് വസുന്ധര അങ്ങനെ പറയാണ്. അങ്ങനെ ശിവ വീഡിയോ എടുക്കാനായി തുടങ്ങുകയാണ്. എല്ലാവരും കൂടി ആ കള്ളനെന്ന് തെരഞ്ഞു പോവുകയാണ്. എന്നാൽ വർഷ അവരുടെ കൂടെ പോവാതെ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇന്ന് ആ വിവേക് ആ കള്ളനെ കണ്ടുപിടിക്കില്ല, ഞാൻ തന്നെ ആ കള്ളനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോവാതെ വർഷ അങ്ങനെ വീടിന്റെ പുറകിലോട്ട് പോവുകയാണ്. ശിവയും വിവേകും കൂടി റൂമിലെല്ലാം പോയി നോക്കുന്നുണ്ടെങ്കിലും അവിടെ ആരെയും കാണുന്നില്ല. അബിയും മല്ലികയും കൂടി അഞ്ജുവിന്റെ റൂം പോയി തട്ടുന്നുണ്ട്. അഞ്ജു നീ വാതില് തുറക്ക് അങ്ങനെ അബി പറയുമ്പോ അഞ്ജു പറയുന്നുണ്ട് എന്തേലും പ്രശ്നമുണ്ടോ അബി, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോ മല്ലിക പറയുന്നുണ്ട് അഞ്ജു പാപ്പ ഞങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ, നീ വാതില് തുറക്ക്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പേടിച്ചു വരച്ചുകൊണ്ട് അഞ്ജു അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടെയൊന്നും ആരെയും കാണാതെ ശിവയും വിവേകും താഴേക്ക് വരുന്നുണ്ട്. അബി അപ്പോ അഞ്ജുവിനോട് പറയുന്നുണ്ട് അഞ്ജു നീ ഇപ്പൊ വാതില് തുറക്കണ്ട, വിവേകേട്ട ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയാണ്. പിന്നീട് വിവേക് എല്ലാവരോടുമായി പറയുന്നുണ്ട് ഇതിനകത്തൊന്നും ആരുമില്ല, നമുക്കിനി പുറത്തു കൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞ് അവരങ്ങനെ പുറത്തുകൂടി നോക്കാനായി പോവുകയാണ്. വിവേക് അപ്പൊ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈ വർഷ ഇതെവിടെ പോയി എന്ന്. വർഷ പുറകിലൂടെ പോയി എല്ലാവരുടെയും നോക്കുന്നുണ്ട്. അപ്പോഴാണ് പുറകിലത്തെ വാതിൽ തുറന്നു കിടക്കുന്നത്. ഈ വാതിൽ തുറന്നു കിടക്കുകയാണല്ലോ, ആരാണാവോ നീ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ അങ്ങനെ പുറകിലത്തെ വഴിയിൽ കൂടി അകത്തേക്ക് കയറുകയാണ്. പിന്നീട് വർഷ അങ്ങനെ ആരാണെന്ന് കണ്ടെത്താനായി മേലെയുള്ള റൂമിലേക്ക് പോവാൻ നിൽക്കുന്നതും അഞ്ജുവിന്റെ റൂം പെട്ടെന്ന് തുറക്കുകയാണ്. വർഷയപ്പം അത് ആരാണെന്ന് നോക്കുന്നതും അഞ്ജുവും രാഹുലുമാണ്. അവരെ കണ്ട് വർഷ അങ്ങനെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. അഞ്ജുവും രാഹുലുമാണെങ്കിൽ പിടിക്കപ്പെട്ട അവസ്ഥയിൽ ഇത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.